നമസ്കാരം, ഏവർക്കും സ്റ്റഡി നിഫ്റ്റി മലയാളത്തിന്റെ ഡെയിലി മാർക്കറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ന് സെപ്റ്റംബർ 18 ബുധനാഴ്ചയാണ്. ഗ്ലോബൽ മാർക്കറ്റുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട US മാർക്കറ്റുകൾ തന്നെയാണ് ഇന്ന് ഫോക്കസിലുള്ളത്. US ഫെഡറൽ റിസർവിന്റെ മീറ്റിംഗിന്റെ തീരുമാനങ്ങൾ ഇന്ന് വൈകുന്നേരം പുറത്തു വരും. 50 ബേസിസ് റേറ്റ് കട്ട് ഉണ്ടാകുമോ എന്ന് തന്നെയാണ് ഇൻവെസ്റ്റേഴ്സ് ഉറ്റുനോക്കുന്നത്. ഏതായാലും 50 ബേസിസ് പോയിന്റ്സ് റേറ്റ് കട്ടിനുള്ള സാധ്യതകൾ തന്നെയാണ് അവിടുന്ന് ഡാറ്റകളും സൂചിപ്പിക്കുന്നത്. ഇനി നമ്മുടെ ഏവരുടെയും മനസ്സിലുള്ള ഒരു ചോദ്യം, ഇന്ത്യയിൽ എന്നായിരിക്കും ഒരു റേറ്റ് കട്ട് ഉണ്ടാവുക എന്ന് തന്നെയാണ്. പ്രത്യേകിച്ച് ഇന്നലെ WPI ഇൻഫ്ലേഷൻ ഡാറ്റ പുറത്തു വന്നിരുന്നു. 4 മാസത്തെ ഏറ്റവും താഴ്ന്ന നിലയിലായിട്ടാണ് ഡാറ്റ പുറത്തു വന്നത്. ഏതായാലും ഒക്ടോബർ 7 മുതൽ 9 വരെ നടക്കുന്ന മോണിറ്ററി പോളിസി കമ്മിറ്റി മീറ്റിംഗിൽ ഒരു റേറ്റ് കട്ട് ഉണ്ടാകുമോ എന്നുള്ള കൂടുതൽ കാര്യങ്ങൾ നമ്മളിവിടെ മാർക്കറ്റ് ന്യൂസ് സെഗ്മെന്റിൽ പറയുന്നുണ്ട്. കൂടാതെ ഇന്നലെ പുറത്തു വന്നത് ഓഗസ്റ്റ് മാസത്തെ ട്രേഡ് ഡെഫിസിറ്റ് ഡാറ്റയായിരുന്നു. അത്ര നല്ല ഡാറ്റയല്ല പുറത്തു വന്നത്. കൂടാതെ സെപ്റ്റംബർ 18 മുതൽ പെട്രോളിയം ക്രൂഡ് വിൻഫോൾ ടാക്സ് മെട്രിക് ടണ്ണിന് 1850 നിന്ന് 0 കേന്ദ്ര സർക്കാർ കുറച്ചിരിക്കുന്നു. ഏതായാലും ഒത്തിരിയേറെ വാർത്തകൾ നമുക്ക് നോക്കാനുണ്ട്. നമ്മുടെ വീഡിയോ ആരെങ്കിലും ലൈക്ക് ചെയ്യാൻ മറന്നുപോയിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് വാർത്തകളിലേക്കാണ്. ആദ്യം പ്രധാനപ്പെട്ട 2 ഡാറ്റകൾ പുറത്തു വന്നിരുന്നു. അതിലേക്ക് WPI ഇൻഫ്ലേഷൻ ഡാറ്റയാണ് ഇന്നലെ ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് പുറത്തു വന്നത്. ഇന്ത്യയുടെ മൊത്തവില സൂചിക അടിസ്ഥാനമാക്കിയുള്ള പണപ്പെരുപ്പം ജൂലൈയിൽ 2.04% നിന്ന് ഓഗസ്റ്റിൽ 4 മാസത്തെ ഏറ്റവും താഴ്ന്ന നിരക്കായ 1.31% താഴ്ന്നു. ഇനി ഫുഡ് ഇൻഫ്ലേഷനിലേക്ക് വന്നാൽ പച്ചക്കറി, പ്രത്യേകിച്ച് തക്കാളി, പാൽ, മുട്ട, മാംസം, മത്സ്യം എന്നിവയുൾപ്പെടെയുള്ള വില കുറഞ്ഞതോടെ WPI ഭക്ഷ്യപണപ്പെരുപ്പം 10 മാസത്തെ ഏറ്റവും താഴ്ന്ന നിരക്കായ 3.26% കുറഞ്ഞു. തക്കാളി വിലയിൽ 52.6% കുത്തനെയുള്ള ഇടിവും കാണാൻ സാധിച്ചു. ഇനി റീറ്റെയിൽ ഇൻഫ്ലേഷൻ ഡാറ്റ പുറത്തു വന്നത് കഴിഞ്ഞ ഓഗസ്റ്റ് 12 അന്ന് ഡാറ്റ പുറത്തു വന്നത് 5 വർഷത്തെ ഏറ്റവും താഴ്ന്ന നിലയിലായിരുന്നു. ഇനി നമ്മൾ ഓരോ ഇൻവെസ്റ്റേഴ്സും പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നത് RBI എന്നാണ് ഒരു റേറ്റ് കട്ടിലേക്ക് പോവുക എന്ന് തന്നെയാണ്. RBI പ്രധാനമായും ശ്രദ്ധ കേന്ദ്രീകരിക്കുക ഭക്ഷ്യ പണപ്പെരുപ്പത്തിൽ തന്നെയാണ്. ഇന്ത്യയിലെ മൊത്തത്തിലുള്ള പണപ്പെരുപ്പത്തിൽ ഭക്ഷ്യവിലകൾ വലിയ പങ്ക് വഹിക്കുന്നു എന്ന് ഗവർണർ ശക്തികാന്ത ദാസ് പറയുന്നു. പ്രത്യേകിച്ചും പണപ്പെരുപ്പത്തിന്റെ 46% ഭക്ഷ്യവസ്തുക്കളാണ്. അതായത് പണപ്പെരുപ്പ നിരക്കിന്റെ പകുതിയോളം ഭക്ഷ്യവിലയിലെ മാറ്റങ്ങളെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. ഇനി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഒരു പലിശ നിരക്ക് കുറയ്ക്കുന്നതിലേക്ക് പോകണമെങ്കിൽ ദീർഘകാലത്തേക്ക് പണപ്പെരുപ്പം കുറയണം. അല്ലാതെ ഹ്രസ്വകാല ഡാറ്റയല്ല അവർ ആശ്രയിക്കുക. ഏതായാലും അടുത്ത RBI മീറ്റിൽ നമുക്ക് കൂടുതൽ വ്യക്തത ലഭിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഒക്ടോബർ 7 മുതൽ 9 വരെയാണ് അടുത്ത യോഗം നടക്കുക. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി പറയാനുള്ളത്, ഗവർണർ ശക്തികാന്ത ദാസിന്റെ കാലാവധി ഡിസംബറിൽ അവസാനിക്കും. ഒക്ടോബർ മീറ്റിംഗിന് മുൻപ് പുതിയ MPC അംഗങ്ങളെ നിയമിക്കുകയും ചെയ്യും. ഇത് നിരക്ക് കുറയ്ക്കൽ പ്രതീക്ഷകൾക്ക് അനിശ്ചിതത്വം ആകുമോ എന്നുള്ളതാണ് ഇപ്പോൾ ആശങ്കയായി തുടരുന്നത്. ഇതുകൂടാതെ ഫെഡറൽ റിസർവ് 50 ബേസിസ് പോയിന്റ്സ് നിരക്ക് കുറയ്ക്കുകയാണെങ്കിൽ ഒക്ടോബറിൽ ഇന്ത്യയിലും ഒരു നിരക്ക് കുറയ്ക്കാനുള്ള സാധ്യതകൾ കൂടുതലുമാണ്. ഏതായാലും ഒക്ടോബർ 7 മുതൽ 9 വരെ നടക്കുന്ന മോണിറ്ററി പോളിസി കമ്മിറ്റി മീറ്റിംഗിനായിട്ട് നമുക്ക് കാത്തിരിക്കാം. അടുത്തതായി ഇന്ത്യയുടെ ഇന്നലെ പുറത്തു വന്ന ട്രേഡ് ഡെഫിസിറ്റ് ഡാറ്റയിലേക്കാണ്. ഇന്ത്യയുടെ വ്യാപാര കമ്മി 2023 ഓഗസ്റ്റിൽ $24.2 ബില്യൺ നിന്ന് 2024 ഓഗസ്റ്റിൽ $29.65 ബില്യൺ വർദ്ധിച്ചു. 2024 ജൂലൈയിൽ വ്യാപാര കമ്മി $23.50 ബില്യൺ ആയിരുന്നു. അടുത്തതായി ഇമ്പോർട്ട്സ് എക്സ്പോർട്സ് ഡാറ്റയിലേക്ക് പോവുകയാണെങ്കിൽ 2023 ഓഗസ്റ്റിൽ $38.28 ബില്യൺ നിന്ന് 2024 ഓഗസ്റ്റിൽ ചരക്ക് കയറ്റുമതി $34.71 ബില്യൺ കുറഞ്ഞു. ഇനി 2023 ഓഗസ്റ്റിൽ $62.30 ബില്യൺ നിന്ന് 2024 ഓഗസ്റ്റിൽ ഇറക്കുമതി $64.36 ബില്യൺ എത്തി. ഇത്തരത്തിലുള്ള വലിയ വ്യാപാര കമ്മി അർത്ഥമാക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇന്ത്യ കയറ്റുമതി ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ഇറക്കുമതി ചെയ്യുകയാണ്. അതായത് പേയ്മെന്റ് ബാലൻസിനെ പ്രതികൂലമായി ബാധിക്കുന്നു. രൂപയുടെ മൂല്യം ഇടിയാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകുന്നു. ഇതുകൂടാതെ എക്സ്പോർട്ടുകളിൽ ഒരു ഇടിവുണ്ടായതും ഒരു ആശങ്ക തന്നെയാണ്. മറ്റ് സ്റ്റോക്ക് ന്യൂസുകളിലേക്കാണ്. ആദ്യം ബയോകോൺ. LIC ബയോകോണിലെ ഓഹരി പങ്കാളിത്തം 4.982% നിന്ന് 5.023% ഉയർത്തി. അടുത്തത് സോഡിയാക് വെഞ്ചേഴ്സ് എന്ന കമ്പനിയാണ്. ഇക്വിറ്റി ഷെയറുകൾ ഇഷ്യൂ ചെയ്യുന്നതിലൂടെ ഫണ്ട് സ്വരൂപിക്കുന്നതിന് ഡയറക്ടർ ബോർഡ് സെപ്റ്റംബർ 24 യോഗം ചേരും. മറ്റൊരു കമ്പനി GR ഇൻഫ്ര പ്രൊജക്ട്സ് ആണ്. കമ്പനി അതിൻ്റെ പൂർണ്ണ ഉടമസ്ഥതയിലുള്ള സബ്സിഡറിയായ GR അലിഗഡ് കാൻപൂർ ഹൈവേ ഭാരത് ഹൈവേസ് ഇൻവെന്ററിക്ക് 98.60 കോടി രൂപയ്ക്ക് കൈമാറിയതായി അറിയിച്ചു. അടുത്തത് റിലയൻസ് ഇൻഡസ്ട്രീസ് ആണ്. 385 കോടി രൂപ വിലമതിക്കുന്ന കമ്പനി ഇഷ്യൂ ചെയ്ത നോൺ കൺവേർട്ടബിൾ ഡിബഞ്ചറുകളുമായി ബന്ധപ്പെട്ട മുഴുവൻ ബാധ്യതകളും എഡ്വിൽസ് അസറ്റ് റീകൺസ്ട്രക്ഷൻ കമ്പനിയുമായി ഒറ്റത്തവണ തീർപ്പാക്കലിന് കമ്പനി സമ്മതിച്ചു. സെറ്റിൽമെന്റ് 2024 സെപ്റ്റംബർ 30 മുൻപ് പൂർത്തിയാകും. അടുത്തത് സാറ്റിൻ ക്രെഡിറ്റ് കെയർ ആണ്.
സെപ്റ്റംബർ 20 ഫണ്ട് റൈസിംഗ് പരിഗണിക്കുന്നതിനായി ബോർഡ് യോഗം ചേരും. സെപ്റ്റംബർ 20 തന്നെയാണ് മാൻകൈൻ ഫാർമയുടെ ബോർഡ് മീറ്റിംഗും. ഫണ്ട് റൈസിംഗ് പരിഗണിക്കുക എന്നത് തന്നെയാണ് വിഷയം. മറ്റൊരു കമ്പനി SKF ഇന്ത്യയാണ്. കമ്പനിയുടെ പ്രൊമോട്ടർ ഷെയർ ഹോൾഡറായ SKF ആഗോളതലത്തിൽ തങ്ങളുടെ ഓട്ടോമാറ്റീവ് ബിസിനസ് വേർപ്പെടുത്താനുള്ള ബോർഡിന്റെ തീരുമാനം പ്രകടിപ്പിക്കുകയുണ്ടായി. 2026 ആദ്യ പകുതിയോടെ നാസ്ഡാക്ക് സ്റ്റോക്ക്ഹോമിൽ ഓട്ടോമാറ്റീവ് ബിസിനസ് ലിസ്റ്റ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. ഇന്ന് F&O സെഗ്മെന്റിൽ ബാനായ സ്റ്റോക്കുകൾ ബയോകോൺ, പഞ്ചാബ് നാഷണൽ ബാങ്ക്, ആർത്തി ഇൻഡസ്ട്രീസ്, ബൽറാംപൂർ ചിനി മിൽസ്, ബന്ധൻ ബാങ്ക്, ബിർള സോഫ്റ്റ്, GNFC, ഗ്രാനുൾസ് ഇന്ത്യ, ഹിന്ദുസ്ഥാൻ കോപ്പർ, LIC ഹൗസിംഗ് ഫിനാൻസ്, RBL ബാങ്ക് തുടങ്ങിയവയാണ്. മറ്റൊരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് നമുക്ക് അടുത്ത സെഷനിലേക്ക് കടക്കാം. നമ്മുടെ എഡ്യൂക്കേഷണൽ ടെലഗ്രാം ചാനലിൽ നമ്മുടെ സ്റ്റുഡൻസിന് ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തൊട്ടുമുകളിൽ ഇവിടെ ഒരു വാട്സപ്പ് നമ്പർ നൽകിയിട്ടുണ്ട്. ആ നമ്പറിൽ മെസ്സേജ് അയച്ചതിന് ശേഷം നിങ്ങൾക്ക് ഞങ്ങളുടെ എഡ്യൂക്കേഷണൽ ടെലഗ്രാം ചാനലിൻ്റെ ഭാഗമാവുന്നതാണ്. ഇന്നലെ മാർക്കറ്റിൽ സംഭവിച്ച ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളിലേക്ക്. നിഫ്റ്റിയും സെൻസെക്സും ഫ്ലാറ്റ് ആയിട്ടാണ് ഇന്നലെ ക്ലോസ് ചെയ്യുന്നത്. നിഫ്റ്റി മിഡ് ക്യാപ്പ് അണ്ടർ പെർഫോം ചെയ്തു. സ്വിസ്ലോൺ, ബയോകോൺ എന്നിവയാണ് ടോപ്പ് ലൂസേഴ്സായി മാറിയത്. ബജാജ് ഓട്ടോ നിഫ്റ്റിയിലെ ടോപ്പ് ഗെയിനേഴ്സായി. ഹീറോ മോട്ടോകോപ്പ് റെക്കോർഡ് ഹൈ ടച്ച് ചെയ്തു. 3% ഇന്നലെ ഉയർന്നു. പോസിറ്റീവ് ബ്രോക്കേജ് നോട്ടിനെ തുടർന്ന് സിറ്റി ഗ്യാസ് ഉയർന്നു. ബ്രന്റ് ഫ്യൂച്ചേഴ്സ് $73 പിന്നിട്ടതോടെ ഏഷ്യൻ പെയിന്റ്സ്, BPCL എന്നിവ ഇടിഞ്ഞു. ഒല ഇലക്ട്രിക് വീണ്ടും 10% അപ്പർ സർക്യൂട്ട് ഹിറ്റ് ചെയ്തു. നിഫ്റ്റിയിലേക്ക് 25,418 34 പോയിന്റ്സ് ഉയർന്നാണ് നിഫ്റ്റി ക്ലോസ് ചെയ്യുന്നത്. 3 ദിവസമായി നിഫ്റ്റി ഒരു കൺസോൾട്ടേഷനിൽ തന്നെയാണ്. കൂടാതെ ഇന്നലെ ഒരു ഡോജി ക്യാൻഡിലാണ് നിഫ്റ്റിയിൽ ഫോം ആയിരിക്കുന്നത്. ഇനി കഴിഞ്ഞ 3 ദിവസത്തെ ഇൻഡെക്സിന്റെ ആ ഒരു റേഞ്ച് എന്ന് പറയുന്നത് 25,292 മുതൽ 25,445 എന്ന ഓൾ ടൈം ഹൈ ലെവൽ വരെയാണ്. ഈ ഒരു കൺസോൾട്ടേഷൻ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിഫ്റ്റിക്ക് പുതിയൊരു ഡയറക്ഷൻ ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ഹവർലി ചാർട്ടിൽ ഒരു ബുള്ളിഷ് പെനന്റ് ആൻഡ് പോൾ ഫോർമേഷനാണ് നടക്കുന്നത്. അതുകൊണ്ട് അതിൻ്റെയും ഒരു ബ്രേക്ക് ഔട്ട് നമ്മൾ പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കേണ്ടതാണ്. നിങ്ങളൊരു സീരിയസ് ട്രേഡർ ആണെങ്കിൽ ഇത്തരത്തിലുള്ള ഓരോ പാറ്റേണുകളും നിങ്ങൾ കൃത്യമായി തന്നെ പഠിക്കേണ്ടതുണ്ട്. ഇത്തരത്തിലുള്ള പാറ്റേണുകൾ ഏത് സാഹചര്യങ്ങളിലൊക്കെയാണ് വന്നാൽ റിസൾട്ട് കൂടുതലുള്ളത്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിക്കാനുണ്ട്. അപ്പോൾ ട്രേഡിങ്ങിനെ കുറിച്ച് സീരിയസ് ആയി നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ അത്രയും കൂടുതലായി പഠിക്കണം എന്ന് ആലോചിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളുടെ എഡ്യൂക്കേഷൻ പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. തൊട്ടുമുകളിൽ ഇവിടെ ഒരു വാട്സപ്പ് നമ്പർ നൽകിയിട്ടുണ്ട്. ആ നമ്പറിൽ മെസ്സേജ് അയച്ചതിന് ശേഷം നിങ്ങൾക്ക് ഞങ്ങളുടെ പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. നിഫ്റ്റിയെ സംബന്ധിച്ച് ഒരു റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് 25,500 മുതൽ 25,600 വരെയുള്ള ലെവലാണ്. ഡൗൺ സൈഡിൽ പ്രധാനപ്പെട്ട ഒരു സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 25,300 മുതൽ 25,200 വരെയുള്ള ലെവലുമാണ്. അടുത്തതായി മാക്സിമം ഓപ്പൺ ടെസ്റ്റ് രേഖപ്പെടുത്തിയ കോൾ സൈഡിലെയും പുട്ട് സൈഡിലെയും സ്ട്രൈക്കുകളിലേക്കാണ്. കോൾ സൈഡിൽ കൂടുതൽ ഓപ്പൺ ടെസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്ന ആദ്യത്തെ സ്ട്രൈക്ക് 26,000 ആണ്. അതിനുശേഷം 25,400 സ്ട്രൈക്കും അതിനുശേഷം 25,500 സ്ട്രൈക്കിലുമാണ്. പുട്ട് സൈഡിൽ കൂടുതൽ ഓപ്പൺ ടെസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്ന ആദ്യത്തെ സ്ട്രൈക്ക് 25,000 ആണ്. അതിനുശേഷം 25,400 സ്ട്രൈക്കും അതിനുശേഷം 25,200 സ്ട്രൈക്കുമാണ്. ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം ഒരു റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് 25,500ഉം സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 25,200ഉമാണ്. അടുത്തതായി ചേഞ്ച് ഇൻ ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം കോൾ സൈഡിലും പുട്ട് സൈഡിലും വന്ന വ്യത്യാസങ്ങൾ പരിശോധിക്കാം. ഇതുവഴി ഇപ്പോൾ മാർക്കറ്റ് കൂടുതലായി സപ്പോർട്ട് ചെയ്യുന്നത് ബുൾസിനെയാണോ ബിയേഴ്സിനെയാണോ എന്ന് കൂടി നമുക്കൊന്ന് കണ്ടുപിടിക്കാം. ആദ്യം 25,400 സ്ട്രൈക്കിൽ ATM സ്ട്രൈക്കിൽ 31% വർധനവ് പുട്ട് സൈഡിൽ ഒരു ലോങ് ബിൽഡപ്പാണത്. എന്നാൽ 1% മാത്രം വർധനവാണ് കോൾ സൈഡിൽ കാണുന്നത്, ഒരു ചെറിയ ഷോർട്ട് ബിൽഡപ്പ്. അടുത്ത 25,450 സ്ട്രൈക്കിൽ 80% വർധനവാണ് പുട്ട് സൈഡിൽ കാണുന്നത്, ഒരു ലോങ് ബിൽഡപ്പാണത്. എന്നാൽ 11% വർധനവാണ് കോൾ സൈഡിൽ കാണുന്നത്, ഒരു കുറച്ചുകൂടി ഒരു ദുർബലമായ ഷോർട്ട് ബിൽഡപ്പാണത്. അടുത്തത് 25,350 സ്ട്രൈക്കിൽ 23% വർധനവ് പുട്ട് സൈഡിൽ ലോങ് ബിൽഡപ്പ്. എന്നാൽ 15% ഇടിവ്, ഒരു ഷോർട്ട് കവറിംഗ് ആണ് കോൾ സൈഡിൽ കാണുന്നത്. ഈ 3 സ്ട്രൈക്കും കമ്പയർ ചെയ്യുമ്പോൾ മാർക്കറ്റിനെ മുകളിലേക്ക് കൊണ്ടുപോകാൻ കഴിവുള്ള പുട്ട് സെല്ലേഴ്സ് തന്നെയാണ് നല്ല സ്ട്രോങ് ആയി നിൽക്കുന്നത് എന്ന് കാണാം. ബാങ്ക് നിഫ്റ്റിയിലേക്ക് 52,188 35 പോയിന്റ്സ് മാത്രം ഉയർന്നാണ് ബാങ്ക് നിഫ്റ്റി ഇന്നലെ ക്ലോസ് ചെയ്യുന്നത്. ഇപ്പോൾ ഫോം ചെയ്യുന്നത് ഒരു ഹയർ ലോ ഫോർമേഷനാണ് കഴിഞ്ഞ 4 ദിവസമായിട്ട് കാണുന്നത്. ഇതുകൂടാതെ ഇപ്പോൾ എല്ലാ കീ മൂവിംഗ് ആവറേജുകൾക്ക് മുകളിലായിട്ടാണ് ബാങ്ക് നിഫ്റ്റി ട്രേഡ് ചെയ്യുന്നതും. ഇതെല്ലാം ഇപ്പോഴത്തെ പോസിറ്റിവിറ്റികളായിട്ട് തന്നെ നമുക്ക് കണക്കാക്കാം. മാത്രമല്ല മറ്റൊരു കാര്യം കൂടി നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഇൻഡെക്സിൽ ഒരു കപ്പ് ആൻഡ് ഹാൻഡിൽ ബ്രേക്ക് ഔട്ടാണ് നടന്നിട്ടുള്ളത്. അതുകൊണ്ട് 51,700 മുതൽ 51,750 വരെയുള്ളത് പ്രധാനപ്പെട്ട ഒരു സപ്പോർട്ട് ആവാൻ സാധ്യതയുണ്ട്. റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് 52,800 മുതൽ 53,000 വരെയുള്ള ലെവലുമാണ്. അടുത്തതായി കൂടുതൽ ഓപ്പൺ ടെസ്റ്റ് രേഖപ്പെടുത്തിയ ബാങ്ക് നിഫ്റ്റിയുടെ കോൾ സൈഡിലെയും പുട്ട് സൈഡിലെയും സ്ട്രൈക്കുകളിലാണ്.
ആദ്യമായി 52,500 കൂടുതൽ ഓപ്പൺ ടെസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്ന ആദ്യത്തെ സ്ട്രൈക്ക് ഉള്ളത്. അതിനുശേഷം 53,000 സ്ട്രൈക്കും അതിനുശേഷം 54,000 സ്ട്രൈക്കുമാണ്. പുട്ട് സൈഡിൽ കൂടുതൽ ഓപ്പൺ ടെസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്ന ആദ്യത്തെ സ്ട്രൈക്ക് 52,000 അതിനുശേഷം 51,000 സ്ട്രൈക്കും അതിനുശേഷം 51,500 സ്ട്രൈക്കിലുമാണ്. ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം ഒരു റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് 52,500 സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 52,000 ഇന്ത്യ വിക്സിലേക്ക് ഇന്നലെ ഇന്ത്യ വിക്സ് ഉയരുകയാണ് ഉണ്ടായത്. 12.59 1.04% ഉയർന്നാണ് ഇന്നലെ ക്ലോസ് ചെയ്യുന്നത്. ഗ്ലോബൽ മാർക്കറ്റ് സെഗ്മെന്റിൽ ആദ്യം FIDI ആക്ടിവിറ്റിയാണ്. 482 കോടി രൂപയ്ക്കാണ് FIS ഇന്നലെ ബൈ ചെയ്യുന്നത്. DIS ആവട്ടെ 874 കോടി രൂപയ്ക്ക് ബൈ ചെയ്തു. FIS ഇപ്പോഴും ബൈയിങ്ങിൽ തന്നെയാണ് എന്നാണ് ഇന്നലത്തെയും ക്യാഷ് മാർക്കറ്റിലെ ആക്ടിവിറ്റി കാണിക്കുന്നത്. US മാർക്കറ്റിലേക്ക് 4.5 വർഷത്തിനിടയിൽ ആദ്യത്തെ ഫെഡറൽ റിസർവ് നിരക്ക് കുറയ്ക്കലിന് നിക്ഷേപകർ തയ്യാറെടുക്കുന്നതിനാൽ ഇന്നലെ US പ്രധാനപ്പെട്ട ഇൻഡെക്സുകൾ ഒരു മ്യൂട്ടഡ് അവസ്ഥയിലാണ് ക്ലോസ് ചെയ്യുന്നത്. നമ്മളേവരും ആകാംക്ഷയോടെ വെയിറ്റ് ചെയ്യുന്ന US ഫെഡറൽ റിസർവിൻ്റെ റേറ്റ് കട്ട് ഇന്നാണ് ഉണ്ടാവുക. ഇനി നിരക്ക് കുറയ്ക്കുകയാണെങ്കിൽ പൊതുവെ കമ്പനികളെ സംബന്ധിച്ച് വരുമാന വളർച്ചയുണ്ടാകും. കൂടാതെ ഉയർന്ന വായ്പ എടുക്കലായിരിക്കും കമ്പനികളുടെ ഭാഗത്തു നിന്നുണ്ടാവുക. പക്ഷേ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ S&P 500 ഇതിനോടകം തന്നെ 18% ഉയർന്നു കഴിഞ്ഞു. നല്ലൊരു റാലിയാണ് ഇതിനോടകം തന്നെ S&P 500 നിന്നും ഉണ്ടായത്. ഇനി നമുക്ക് ഏറ്റവും പ്രധാനമായി അറിയേണ്ടത് ഒരു റേറ്റ് കട്ടിന് ശേഷം എത്തരത്തിലായിരിക്കും US മാർക്കറ്റിൽ ഒരു റിട്ടേൺ ഉണ്ടാവുക എന്ന് തന്നെയാണ്. അതായത് 1974 ശേഷമുള്ള ഒരു ആവറേജ് കണക്കെടുക്കുകയാണെങ്കിൽ 3 മാസം വരെ ആവറേജ് 6.4%, 6 മാസത്തിൽ 9.8%, 12 മാസത്തിൽ 15.6% എന്നിങ്ങനെയാണ് റേറ്റ് കട്ടിന് ശേഷമുള്ള ഒരു ശരാശരി റിട്ടേണായി കനാക്കോട്ട് ജെന്യൂറ്റി നൽകുന്ന ഡാറ്റ കാണിക്കുന്നത്. ഇനി CME ഫെഡ് വാച്ച് ടൂളിൻ്റെ അവസാനത്തെ കണക്ക് പ്രകാരം 50 ബേസിസ് പോയിന്റ്സ് റേറ്റ് കട്ടിനുള്ള സാധ്യത ഇപ്പോൾ 63%. 25 ബേസിസ് പോയിന്റ്സ് നിരക്ക് കുറയ്ക്കുന്നതിൻ്റെ സാധ്യത 37%മായി ഡാറ്റ കാണിക്കുന്നു. അടുത്തതായി US ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികളുടെ പ്രകടനത്തിലേക്കാണ്. ആദ്യം ടെക് സൈഡിൽ ഇൻഫോസിസ് 0.95% ഇടിഞ്ഞു. വിപ്രോ 1.22% ഇടിഞ്ഞത്. അടുത്തതായി ICICI ബാങ്ക് ഒരു മ്യൂട്ടഡ് അവസ്ഥയിൽ ക്ലോസ് ചെയ്തപ്പോൾ HDFC ബാങ്ക് 0.2% നേട്ടത്തിൽ ക്ലോസ് ചെയ്തു. ഡോക്ടർ റെഡ്ഡി 0.2% ഇടിഞ്ഞു. റിലയൻസ് ഇൻഡസ്ട്രീസ് 0.9% ഇടിവും ഉണ്ടാക്കി. ഇപ്പോൾ ട്രേഡിംഗ് നടക്കുന്ന US മാർക്കറ്റിന്റെ ഫ്യൂച്ചേഴ്സ് S&P 500 ഡൗ ജോൺസും 0.07% നേട്ടത്തിലാണ് ട്രേഡ് ചെയ്യുന്നത്. യൂറോപ്യൻ മാർക്കറ്റിലേക്ക് ഇന്നലെ യൂറോപ്യൻ മാർക്കറ്റുകൾ പോസിറ്റീവിലാണ് ക്ലോസ് ചെയ്തത്. UK മാർക്കറ്റ് FTSE 0.38% നേട്ടത്തിലും ജർമ്മൻ മാർക്കറ്റ് ഡാക്സ് 0.50% നേട്ടത്തിലും ഫ്രാൻസ് മാർക്കറ്റ് CAC 0.51% നേട്ടത്തിലും ക്ലോസ് ചെയ്തു. സ്റ്റോക്ക് 600 0.42% നേട്ടത്തിലാണ് ഇന്നലെ ക്ലോസ് ചെയ്യുന്നത്. ഇന്നലെ ഇവിടെ ഓട്ടോ സ്റ്റോക്കുകൾ 0.96% നേട്ടമുണ്ടാക്കി. ബാങ്കിങ് സ്റ്റോക്കുകളും വലിയ നേട്ടമുണ്ടാക്കി. 1% മുകളിൽ നേട്ടത്തിലാണ് ഇന്നലെ ക്ലോസ് ചെയ്യുന്നത്. ഇപ്പോൾ ട്രേഡിംഗ് ആരംഭിച്ച യൂറോപ്യൻ മാർക്കറ്റിന്റെ ഫ്യൂച്ചേഴ്സ് ഡാക്സ് 0.08% നേട്ടത്തിലും CAC ഒരു മ്യൂട്ടഡ് അവസ്ഥയിലും FTSE 0.07% ഇടിവിലും ട്രേഡ് ചെയ്യുന്നു. ഏഷ്യൻ മാർക്കറ്റിലേക്ക് US ഫെഡറൽ മീറ്റിംഗിന് മുന്നോടിയായി ഇപ്പോൾ ഓപ്പൺ ചെയ്തിരിക്കുന്ന ഏഷ്യൻ മാർക്കറ്റുകൾ ഒരു മിക്സഡ് ആയിട്ടാണുള്ളത്. ഇന്ന് സൗത്ത് കൊറിയ, ഹോങ്കോങ് മാർക്കറ്റുകൾക്ക് ഒരു ഹോളിഡേ ആണ്. ഇപ്പോൾ ഓപ്പൺ ചെയ്ത ഏഷ്യൻ മാർക്കറ്റുകളിൽ ആദ്യം ഗിഫ്റ്റ് നിഫ്റ്റി ഉള്ളത് 25,452 എന്ന നിലയിലാണ്. 10 പോയിന്റ്സ് ഡൗൺ സൈഡിലാണ് ഇപ്പോൾ ഗിഫ്റ്റ് നിഫ്റ്റി ട്രേഡ് ചെയ്യുന്നത്. അതായത് ഇപ്പോഴത്തെ ഈ ഒരു നില വെച്ച് നിഫ്റ്റി ഒരു മ്യൂട്ടഡ് ഓപ്പണിങ്ങിന് സാധ്യതയുണ്ട് എന്നാണ് കാണിക്കുന്നത്. ഇന്നലെ ജപ്പാൻ മാർക്കറ്റ് 2% അടുത്ത് ഇടിഞ്ഞിരുന്നു. ഇപ്പോൾ ഓപ്പൺ ചെയ്ത നിക്കി മാർക്കറ്റ് ഉള്ളത് 0.97% നേട്ടത്തിലാണ്. കൊറിയൻ മാർക്കറ്റും ഇപ്പോൾ ഒരു മ്യൂട്ടഡ് അവസ്ഥയിലാണ് ഉള്ളത്. ഓയിൽ പ്രൈസുകളിലേക്ക് ഈ ആഴ്ച ഫെഡറൽ റിസർവ് പലിശ നിരക്ക് കുറയ്ക്കുമെന്ന ശുഭാപ്തി വിശ്വാസം വർദ്ധിച്ചു വന്നതും മെക്സിക്കോ ഉൾക്കടലിൽ ഉൽപ്പാദനം ഇപ്പോഴും തടസ്സപ്പെടുകയും ചെയ്തതിനാൽ ചൊവ്വാഴ്ച US ക്രൂഡ് ഓയിൽ 1.5% മുകളിൽ ഇന്നലെ ഉയർന്നു. ബ്രന്റ് ഫ്യൂച്ചേഴ്സ് ഉള്ളത് $73.74 പെർ ബാരൽ എന്ന നിലയിലാണ്. 0.08% നേട്ടത്തിലാണ് ട്രേഡ് ചെയ്യുന്നത്. WTI ഉള്ളത് $69.97 പെർ ബാരൽ എന്ന നിലയിൽ 0.01% നേട്ടത്തിൽ ട്രേഡ് ചെയ്യും. ഇന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് വാർത്തകളാണ് ഇവിടെ ഷെയർ ചെയ്തിരിക്കുന്നത്. ഈ വാർത്തകളെല്ലാം ഏറ്റവും ഓതറൈസ്ഡ് ആയിട്ടുള്ള സൈറ്റുകളായ മണി കൺട്രോൾ, മിന്റ്, റോയിറ്റേഴ്സ്, ഫിനാൻഷ്യൽ എക്സ്പ്രസ്, CNBC തുടങ്ങിയ മാധ്യമങ്ങളിൽ നിന്നാണ് നമ്മൾ എടുക്കാറുള്ളത്. മറ്റുള്ളവയെല്ലാം നമ്മുടെ വ്യൂസ് മാത്രമാണ്, ഒരിക്കലും അത് റെക്കമെൻഡേഷൻ അല്ല. എങ്കിൽ ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർത്തിയാവുന്നു. ഏവർക്കും നന്ദി.